عن الذنوب وتوب لغفار العيوب. شهر كريم جرى نداه ليمحو الهم في القلوب. هل الضياء على المدينة والنور غطى بها السكينة. أبواب جناته فتحت نفس كفي عن الذنوب وتوب لغفار. اللهم وفق مثل ثواب ما قرنا من القرآن لما صلينا إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم. اللهم وإلى حضرة من أبينا خاصة. اللهم اغفر له، اللهم وارحمه، اللهم عافه، اللهم واكرم نزله. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ആമീൻ റഹ്മത്തിക യാ റഹ്മാൻ. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന്. എല്ലാ വിഷയത്തിലും അദ്ദേഹത്തിന് വളരെയധികം കൃത്യനിഷ്ഠയായിരുന്നു. കണ്ണൂർ ജില്ല എന്ന് കാസർഗോഡ് ജില്ല വരുന്നതിന് ഒന്നും മുസ്ലിം ലീഗിൻ്റെ നേതാവായി പ്രവർത്തിക്കുമ്പോൾ മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെട്ട് കണ്ടവർ പറയുകയാണ്, പരിപാടി കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഓഫീസിലേക്ക് എത്തിയാൽ വസ്ത്രം മാറ്റി ഒരു 10 മിനിറ്റോട് ഉടനെ നിസ്കാരം തീർക്കും. ചെറുക്കത്തിൻ്റെ എല്ലാ വിഷയവും റെഡിമേഡാണ്. ചിലപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മൗലൂദോ ഉദ്യോഗത്തൊക്കെ ഉണ്ടാവും. ഒരാഴ്ച ഞാനും വാപ്പൊക്കെ പൂവൂര് അവിടെ ഒരു കല്യാണത്തിന് വന്ന് ചെറുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു പരിപാടി നടത്തണം. വാപ്പാനെ കണ്ടപ്പോൾ വാപ്പാൻ്റെ വീട്ടിൽ നടത്തണം. അപ്പോൾ എപ്പോൾ നടക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ ആയിക്കോട്ടെ, അപ്പോൾ ഉച്ച കഴിഞ്ഞ ശേഷം ഇന്നലെ ആയിക്കോട്ടെ എന്ന് പറയും. അപ്പം തന്നെ ആയുഷ്കാലം എടുത്ത് അപ്പം തന്നെ ഞാൻ അപ്പം വിളിച്ച് നമ്മൾ ചെറുക്കത്തിൻ്റെ മൗലൂദ് റെഡിമേഡാണെന്ന് പറയില്ല. കാരണം അപ്പം തീരുമാനിക്കലാണ്. അപ്പോൾ ഏത് വിഷയത്തിലും വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിൻ്റെ കാര്യമായാലും അതുപോലെ തന്നെ നമ്മുടെ സമുദായത്തിൻ്റെ വിഷയമായാലും എല്ലാ വിഷയത്തിലും. മാത്രമല്ല നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഇവിടെ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിൽ അങ്ങേയറ്റം പരിശ്രമിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഒരു മതസൗഹാർദ്ദ പരിപാടിയുടെ ചടങ്ങ് കാസർഗോഡ് നടക്കുമ്പോൾ 4 തവണ മഞ്ചേശ്വരത്ത് പ്രതിദാനം ചെയ്ത് കേരള നിയമസഭയിൽ ഉണ്ടായി. ആന്റണി മന്ത്രിസഭയിൽ മന്ത്രിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ MLA എന്ന നിലയിലും അതുപോലെ തന്നെ മന്ത്രി എന്ന നിലയിലും അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ, പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നന്നായി അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് ജനപ്രതിനിധികൾക്ക് അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാർക്കില്ലാത്ത അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യനിഷ്ഠയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഒരു പരിപാടിക്ക് വിളിച്ചാൽ അദ്ദേഹം ചിലപ്പോൾ തമാശയായ ചില ആളുകൾ പറയാറുണ്ട്, മൈക്ക് ഓപ്പറേറ്റർ എത്തുന്നതിന് മുമ്പ് ചെറുക്കണം ആ പരിപാടിക്ക് എത്തുന്നത്. അത് മന്ത്രിയായപ്പോഴും ആയിരുന്നപ്പോഴും MLA ആയിരുന്നപ്പോഴൊക്കെ ആ ഒരു ശീലം, ആ ഒരു പ്രവർത്തന ശൈലി ചെറുക്കത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ നിയമസഭയിൽ നമ്മുടെ പ്രിയപ്പെട്ട ചൊല്ലിയ ജനപ്രതിനിധി 2003 ആഗസ്റ്റ് 4 മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം, ഞാൻ നിയമസഭാ നടപടികൾ, കഴിഞ്ഞകാല നിയമസഭാ നടപടികളെ കുറിച്ചൊക്കെ ഈ പഠിച്ചപ്പോഴും പരിശോധിച്ചപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കൊക്കക്കോല പ്ലാന്റുമായി ബന്ധപ്പെട്ട് ഉള്ള പ്ലാച്ചിമട ഇഷ്യൂ, ആ പ്ലാച്ചിമട ഇഷ്യൂ നടക്കുമ്പോൾ പ്രിയപ്പെട്ട ചെറുക്കട കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. അന്ന് പ്രതിപക്ഷത്തു നിന്ന് നീല ലോഹിദാസ് നാടാറ് ഒരു സബ്മിഷൻ കൊണ്ടുപോയിരുന്നു. ആ സബ്മിഷന് വളരെ സമർത്ഥമായി മറുപടി പറഞ്ഞത് പ്രിയപ്പെട്ട അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നമ്മുടെ നേതാവ് ചെറുക്കം അബ്ദുല്ല സാഹിബാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അതേപോലെ ഇപ്പോൾ നിയമസഭയിൽ 10-20ഓളം നിയമസഭാ സമിതികളുണ്ട്. ആ നിയമസഭാ സമിതികളിൽ ചെയർമാനുണ്ട്, മറ്റുള്ള MLA-മാർ അംഗങ്ങളായിട്ടുണ്ട്. ചെറുക്കളം പിന്നോക്ക സമുദായ ക്ഷേമം സംബന്ധിച്ച നിയമസഭാ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ആ
സമിതി ഏറ്റവും കേരള നിയമസഭയുടെ ചരിത്രത്തിന് ഏറ്റവും നന്നായി പ്രവർത്തിച്ചത് ചെർക്കളം ചെയർമാനായിരുന്നപ്പോഴാണ് എന്ന കാര്യവും ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചെർക്കളത്തിൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു ഗുണം, പ്രത്യേകത, നന്മ എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും നമ്മുടെ കാറിൽ ചിലപ്പോൾ വഴിയിൽ കണ്ട ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ പരിപാടികളും നമ്മളെ അനുകരിച്ച നമ്മുടെ നേതാക്കന്മാരായാലും പ്രവർത്തകന്മാരെയായാലും നമ്മൾ നമ്മുടെ കാറിൽ ഇരുത്താറുണ്ട്. അവസാനം എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരുടെ വീട്ടിനടുത്ത് ഡ്രോപ്പ് ചെയ്യും. ആ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഡ്രൈവർ ആ ആൾ ഇറങ്ങിക്കഴിഞ്ഞ ഉടൻ തന്നെ കാർ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ചെർക്കളം ചെയ്തിരുന്നത്, ആ ആൾ കാറിൽ നിന്നിറങ്ങി അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിലെത്തി ആ കോളിംഗ് ബെല്ലമർത്തി വീട്ടുകാർ വന്ന് ആ വാതിൽ തുറക്കുന്നത് വരെ കാറിൽ പോകാൻ പാടില്ല എന്നായിരുന്നു ചെർക്കളത്തിൻ്റെ ഡ്രൈവർമാർക്ക് ചെർക്കളം നൽകിയിട്ടുള്ള നിർദ്ദേശം. മറ്റൊന്ന്, ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ പോകാറുണ്ട്. ചില പരിപാടികൾ നമ്മളെ ക്ഷണിച്ചാൽ, കല്യാണത്തിനായാലും മറ്റു പരിപാടികൾക്കായാലും നമ്മളെ ക്ഷണിച്ചാൽ നമ്മൾ ദൂരദിക്കുകളിലായാലും അടുത്തുള്ള സ്ഥലങ്ങളിലായാലും നമ്മൾ പോകാറുണ്ട്. പലപ്പോഴും നമുക്ക് ആ ലൊക്കേഷൻ ശരിയായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു മാന്യത നമ്മൾ വെച്ചു പുലർത്തണമെന്ന് ചെറുക്കണത്തിന് എപ്പോഴും ഒരു നിഷ്കർഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ആ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ നന്മകളാണ് എന്ന കാര്യവും നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതുണ്ട് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുന്നു. ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിന്നല്ല, ഇന്നലകൾ വാഴ്ത്തുകയാണ് അഭിമാന മുഹൂർത്തം. നല്ല ഉന്നതമാം വഴികൾ താണ്ടി മറഞ്ഞവരേറെ. ചന്ദ്രികയായി സുന്ദരമായി പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിന്നല്ല. മുമ്പായി തന്നെ നമ്മുടെ ചെറുപ്പം ഉദ്യോഗസ്ഥനെ അനുസ്മരിക്കുന്ന അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ഒരു പരിപാടി കൂടി മദ്രാസിലെ രാജാജി ഹാളിൽ നിന്നാണതിൻ്റെ തുടക്കം. മറയാത്തൊരോർമ്മയിൽ ആയിരമില്ലെന്ന വിളക്ക്. മദ്രാസിലെ രാജാജി ഹാളിൽ നിന്നാണതിൻ്റെ തുടക്കം. മറയാത്തൊരോർമ്മയിൽ ആയിരമില്ലെന്ന വിളക്ക്. ലീഗിനായോടി നടന്ന ധീരന്മാരൊത്തിരിയുണ്ട്. ഉന്നതികൾ സ്വപ്നം കണ്ട നേതാക്കൾ അനവധിയുണ്ട്. ഒരു ഭൂതകാല ചരിത്രം ശോഭിതമാകും കൊടിയുണ്ട്. പാടാം ഞാൻ നറുമണമുള്ള
അമ്പിളിയമ്മാവനൊന്നും എടുത്ത് എനിക്ക് തരണമെന്നുള്ള ഒരു ആവശ്യവുമായിട്ടായിരിക്കും ചില ആളുകൾ നമ്മളെ സമീപിക്കും. ആ ഡ്രൈവർക്ക് കിട്ടുന്നത് ഒരു കൊടിയായിരുന്നോ ഒരു അടിയായിരുന്നോ എന്ന് ഞാൻ പറയാനാണ്. എന്നേക്കാൾ കൂടുതൽ ചെറുക്കൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന കാര്യം അപ്പൊ അങ്ങനെ ഒരു യുവത്തിൻ്റെ സബ്ജക്റ്റ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സാഹിബ് വീരാൻ സാഹബ് അഹമ്മദ് പേരുയിര് സീതി ബനാത്ത് വാല കൊരമ്പയിലും കെ ഹാജിയവർ സാഹിബ് വീരാൻ സാഹിബ് അഹമ്മദ് പേരുയിര് സീതി ബനാത്ത് വാല കൊരമ്പയിലും കെ ഹാജിയവർ തെളിമ നിറഞ്ഞവരാണ് മുന്നേ നടന്നവരാണ് മിന്നുന്ന മാതൃകയാണ് തന്നുള്ള ഊർജവുമാണ് സെയ്ദർ മുത്തു ശിഹാബിൻ ചിരിയുണ്ട് ഹൈദരലി തങ്ങൾ കാട്ടിയ വഴിയുണ്ട് പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിന്നല്ല ഇന്നലകൾ വാഴ്ത്തുകയാണ് അഭിമാന മുഹൂർത്തം നല്ല ഉന്നതമാം വഴികൾ താണ്ടി മറഞ്ഞവരേറെ സെയ്ദരാം PMS വെള്ളി നില ചന്ദ്രികയായി സുന്ദരമായി ബാഫുക്ക് തങ്ങൾ CHOരും EVയും ഹരിത പാതാക പിടിച്ചവകാശങ്ങൾ നേടി പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിന്നല്ല ചന്ദ്രിക വായിക്കാതെ ആരും ഈ പരിപാടിയിലേക്ക് വന്നിട്ടുണ്ടാകുന്ന ആദ്യത്തെ ഏത് ദിവസത്തെയും ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ചന്ദ്രിക പത്രം കൈകളിൽ കിട്ടിയത് വായിക്കുക. അപ്പോൾ നിങ്ങൾ വീഴ്ചിക്കുവാൻ അമ്പിളിയമ്മാവനൊന്നും എടുത്ത് എനിക്ക് തരണമെന്നുള്ള ഒരു ആവശ്യവുമായിട്ടായിരിക്കും ചില ആളുകൾ നമ്മളെ സമീപിക്കും. ആ ഡ്രൈവർക്ക് കിട്ടുന്നത് ഒരു കൊടിയായിരുന്നോ ഒരു അടിയായിരുന്നോ പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിന്നല്ല ഇന്നലകൾ വാഴ്ത്തുകയാണ് അഭിമാന മുഹൂർത്തം നല്ല ഉന്നതമാം വഴികൾ താണ്ടി മറഞ്ഞവരേറെ സെയ്ദരാം PMS വെള്ളി നില ചന്ദ്രികയായി സുന്ദരമായി ബാഫുക്ക് തങ്ങൾ CHOരും EVയും ഹരിത പാതാക പിടിച്ചവകാശങ്ങൾ നേടി പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിന്നല്ല ഒരു നേതാവ് കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് എന്ന് പറയുന്നത് വളരെയധികം ഏറ്റതിനെ തുടർന്നാണ് ഇത് ഈ കോൺഫറൻസ് ഹാളിലേക്ക് അനുഷ്ഠാന പരിപാടി മാറ്റി. മദ്രാസിലെ രാജാജി ഹാളിൽ നിന്നാണതിന്റെ തുടക്കം ഏറ്റവും ഗ്ലാമർ പരിപാടിയായ മറയാത്തൊരോർമ്മയിൽ പായിലെ മില്ലത്തെന്ന വിളക്ക് മദ്രാസിലെ രാജാജി ഹാളിൽ നിന്നാണ് അതിന്റെ തുടക്കം പരിപാടി സംബന്ധിക്കുന്ന
കണ്ട നേതാക്കളനവധിയുണ്ട്. ഒരു ഭൂതകാല ചരിത്രം കൂട്ടുണ്ട്. പ്രശോഭിതമാകും കൊടിയുണ്ട്. പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിന്നല്ല. അപ്പോൾ ചന്ദ്രിക വായിക്കാതെ ആരും ഈ പരിപാടിയിലേക്ക് വന്നിട്ടുണ്ടാകുമെന്ന് ആദ്യത്തെ 7 ദിവസത്തെയും ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ചന്ദ്രിക പത്രം കൈകളിൽ കിട്ടിയാൽ വായിക്കുക എന്നതാണ്. അപ്പോൾ നിങ്ങൾ ചില പ്രത്യേകതകളുടെ പരാമർശിക്കുക എന്നതാണ് ഈ അനുസ്മരണ അവാർഡ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. പോക്കർ സാഹിബ് വീരാൻ സാഹബഹമ്മദ് പേരുയിരേ സീതീപനാത്ത് വാല കൊരമ്പയിലും കെ ഹാജിയവർ. പോക്കർ സാഹിബ് വീര സാഹിബ് അഹമ്മദ് പേരുയിരേ സീതീപനാത്ത് കെ ഹാജിയവർ. തെളിമ നിറഞ്ഞവരാണ്, മുന്നേ നടന്നവരാണ്, മിന്നുന്ന മാതൃകയാണ്, തന്നുള്ള ഊർജവുമാണ്. സെയ്ദർ മുത്തുശിഹാബിൻ ചിരിയുണ്ട്. ഹൈദരലി തങ്ങൾ കാട്ടിയ വഴിയുണ്ട്. പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിന്നല്ല. ഇന്നലകൾ വാഴ്ത്തുകയാണ് അഭിമാന മുഹൂർത്തം. നല്ല ഉന്നതമാം വഴികൾ താണ്ടി മറഞ്ഞവരേറെ. സെയ്ദരാം PMS വെള്ളിനില ചന്ദ്രികയായി സുന്ദരമായി വാഫിക്ക് തങ്ങൾ ചീയച്ചോരും ഏവിയും ഹരിത പാതാക പിടിച്ചവകാശങ്ങൾ നേടി. പാടാം ഞാൻ നറുമണമുള്ള ഏടാകും ലീഗിന്നല്ല. അതിനു മുമ്പായി തന്നെ നമ്മുടെ ഷെർഫ മുർത്തദ സാഹിബിനെ അനുസ്മരിക്കുന്ന അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ഒരു പരിപാടി കൂടി നടത്താൻ തീരുമാനം. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈൻറ്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ.
Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT/LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.